നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കര ടോൾ പിരിവ് ഹൈക്കോടതി ഉത്തരവ് പറയുന്നത് സെപ്റ്റംബർ 30 നീട്ടി. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ വർഷത്തെ 1ാം സ്ഥാനം തൃശൂർ ജനറൽ ആശുപത്രിക്ക് ലഭിച്ചതായി മേയർ MK വർഗീസ്. പുത്തൂർ പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിൻ മണലിത്തറയിലും കരിമത്തറയിലെ കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പാലിയേക്കര ടോൾ പിരിവ് വർധനവ് ഹൈക്കോടതി ഉത്തരവ് 30 അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ്. ടോൾ പിരിവ്, ടോൾ നിരക്ക് വർധനവ് തുടങ്ങിയ വിഷയങ്ങളിൽ ഹൈക്കോടതി ഉത്തരവ് പറയുന്നത് 30 മാറ്റിയതായി DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് പറഞ്ഞു. മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞ സാഹചര്യത്തിൽ ആയതിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടർ നേരിൽ ചെന്ന് സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കോടതി ആവശ്യപ്പെട്ട പ്രകാരം കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും ഇനിയും സമാനമായ രീതിയിൽ പലയിടങ്ങളിലും ഇത് സംഭവിക്കാമെന്നും സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും ഇനിയും ചെയ്യാനുണ്ടെന്നും എന്ന വിവരങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ളതുമാണ്. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുസ്താഖ്, ഹരിശങ്കർ വി മേനോൻ തുടങ്ങിയവരടങ്ങിയ ബെഞ്ച് സെപ്റ്റംബർ 30 ചൊവ്വാഴ്ച ഉത്തരവ് പറയുമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് പറഞ്ഞു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ വർഷത്തെ 1ാം സ്ഥാനം തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിക്ക് ലഭിച്ചതായി മേയർ MK വർഗീസ് അറിയിച്ചു. ജനറൽ ആശുപത്രിയിൽ നിന്നും ദിവസേന പുറംതള്ളുന്ന മലിനജലം ട്രീറ്റ് ചെയ്ത് പുനരുപയോഗം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കിയതിനാണ് പ്രൊജക്ഷൻ കൺട്രോൾ ബോർഡിന്റെ അവാർഡ് ലഭിച്ചത്. 4.5 കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. സെപ്റ്റംബർ 27 മുഖ്യമന്ത്രിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുമെന്ന് മേയർ പറഞ്ഞു. ഈ വർഷത്തെ STPക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലാ ആസ്പത്രിക്കാണ്. ജില്ലാ ആസ്പത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളറിയാം, ഇത് തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുന്ന സമയത്ത് മന്ത്രി MP രാജേഷ് അടക്കം ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്ന് പിരിഞ്ഞു പോയതാണ്. ഇന്ന് വീണ്ടും പത്രസമ്മേളനം നടത്തുന്നതും ഇന്ന് അവിടെ തന്നെയാണ്. കാരണം ഇത് ഇന്ത്യയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാകാവുന്ന വിധത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അംഗീകാരവും കൂടി കിട്ടിയിരിക്കുന്നു. കാരണം അവർ അംഗീകരിച്ചു ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും നല്ല STP നിലനിൽക്കുന്നത് തൃശ്ശൂരിലുള്ള ജില്ലാ ആസ്പത്രിയുടെ കീഴിലാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുന്നു. നാളെ 12 മണിക്കാണ് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി അഡ്ലക്സിൽ നമ്മുടെ 27 12 മണിക്കാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് തൃശ്ശൂരിൻ്റെ ഒരു തിരക്കൂടിയാണ്. ഇത് മറ്റ് പ്രദേശങ്ങളിൽ STP സ്ഥാപിക്കുന്നതിനുള്ളൊരു പ്രചോദനമാണ്. കാരണം എല്ലാവരുടെയും മനസ്സിനകത്തുണ്ടായിരുന്നു ഇത് വലിയ പ്രശ്നമുണ്ടാക്കും, അതിൻ്റെ ഒരു മാതൃക. ഒപ്പം തന്നെ തൃശ്ശൂരിൻ്റെ പഴയ മുപ്പത്തൊട്ടിയായിരുന്ന ലാലു ഇന്ന് നമ്മൾ അവിടുത്തെ പണ്ട് കാലത്തുണ്ടായിരുന്ന അവിടുത്തെ വേസ്റ്റ് മുഴുവൻ നീക്കം ചെയ്തു. 70 വർഷം പഴക്കമുള്ള അവിടെ ഉണ്ടായിരുന്ന മാലിന്യം മുഴുവൻ നീക്കം ചെയ്തു. അവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും അറിയപ്പെടുന്ന കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ശ്രീ IN വിജയൻ്റെ നാമധേയത്തിൽ 159 കോടി മുടക്കിയുള്ള ഒരു കോംപ്ലക്സ്, സ്പോർട്സ് കോംപ്ലക്സ് സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാലിന്യം മുഴുവൻ എടുത്തു മാറ്റി. അതുപോലെ തന്നെ ഇനി STPകൾ പല സ്ഥലത്തും നമ്മൾ സ്ഥാപിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. പൊതുജനങ്ങളെയും നമ്മളിങ്ങോട്ട് ഇപ്പോൾ ഇനി അടുത്തത് നമ്മൾ ക്ഷണിച്ചു വരുത്താൻ പോകും. കാരണം അവർക്ക് ബോധ്യപ്പെടണം എന്താണ് STP. ഈ STPയുടെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലല്ല. ഇത് ഈ ആസ്പത്രിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നടത്തുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് 360 KLDയുടെ പ്ലാന്റാണ്. ഇവിടെ ഏകദേശം 3 ലക്ഷത്തോളം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റില്ലാത്ത വെള്ളം, വേസ്റ്റ് വാട്ടർ വരുന്നത് നമ്മൾ തിരിച്ചത് ട്രീറ്റ് ചെയ്ത് ഇവിടുത്തെ ടോയ്ലറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ചെടികൾ നനയ്ക്കുന്നതിന് ഇത് ഉപയോഗിക്കുകയാണ്. ഇതുവരെ ആർക്കും തന്നെ ഒരു മണമോ
അല്ലെങ്കിൽ ഇതിൻ്റെ പരിസരത്തോ ഒന്നും ഞങ്ങൾക്ക് തന്നെ നേരിട്ടറിയാം ഇവിടെ ഏതെങ്കിലും തരത്തിൽ മണങ്ങളുണ്ടോ. അപ്പോൾ ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഈ പ്രവർത്തനം ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇത് തൃശ്ശൂർ ജനതയുടെ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് ജനത്തിന്, തൃശ്ശൂരിൻ്റെ പൗരാവലിക്ക് ഈ അവാർഡ് ഞാൻ സമർപ്പിക്കുന്നു. മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനോട് സംബന്ധിച്ച് നടത്തിയ പുത്തൂർ പഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവ 2025 ക്യാമ്പയിന്റെ ഭാഗമായി പുത്തൂർ പഞ്ചായത്ത് വാർഡ് 16 പഞ്ചായത്ത് ഓഫീസ്, ആയുർവേദ ആശുപത്രി റോഡ് പരിസരം വൃത്തിയാക്കി തുടക്കം കുറിച്ചത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സജിത TB, അസിസ്റ്റന്റ് സെക്രട്ടറി സനിൽകുമാർ K, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, പഞ്ചായത്ത് സൂപ്രണ്ടുമാരായ ഷീബ GS, സുനിൽകുമാർ R, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ, സീനിയർ സെക്ഷൻ ക്ലർക്ക് സജിത, മെമ്പർമാരായ ഡേസി ജേക്കബ്, ധന്യ ബിജു, കുടുംബശ്രീ ചെയർപേഴ്സൺ സതി പുഷ്പാങ്കരൻ, കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാഹുൽ, ശ്രുതി, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ശുചിത്വ തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, അങ്കണവാടി ടീച്ചർമാർ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ശുചിത്വ പ്രതിജ്ഞ എടുക്കലും ഹരിതകർമ്മ സേന ശുചിത്വ തൊഴിലാളികളുടെ ഫ്ലാഷ് മോപ്പും ചാക്യാർ കൂത്തും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മാലിന്യം നിക്ഷേപിക്കാതിരിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അത് മറ്റു സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും തടയപ്പെടേണ്ടതാണ് എന്നുള്ളൊരു സന്ദേശം കൂടി ഇതിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള അത്തരം മാലിന്യങ്ങളാണ് വന്നടിഞ്ഞുകൂടുന്നത്. നമുക്കത് വളരെയധികം പ്രയാസം, കുടിവെള്ളമായിക്കോട്ടെ, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളായിക്കോട്ടെ, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പഞ്ചായത്താണ്. അതിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി വിവിധ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടും അതുപോലെ തന്നെ വേലി നിർമ്മിച്ചുകൊണ്ടും അതുപോലെ ശുചീകരണ പ്രവർത്തകരെ നിയോഗിച്ചുകൊണ്ട് ഹരിതകർമ്മ സേനക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും നമ്മൾ നല്ല രീതിയിൽ ആ ശുചീകരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ചില ആളുകളുടെ ഒരു മാനസിക ഉല്ലാസം എന്നുള്ള രീതിയിലാണ് ഈ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നത്. അത് കൃത്യമായി പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് നമുക്ക് അവരെ കണ്ടുപിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് തക്കതായ ശിക്ഷ അതിന് ഉണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഫൈനും ഈടാക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഇതിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഒരു മാലിന്യം നിക്ഷേപിച്ച ഒരു വ്യക്തി നിക്ഷേപിക്കുന്നത് ഒരു പൊതുജനം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ അവർക്കൊരു പ്രൈസ് അവാർഡ് അടക്കമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊരാൾ മാലിന്യം കൊണ്ടുവന്ന് ഇട്ടാൽ തന്നെ അത് ചൂണ്ടിക്കാണിച്ച് തരുന്ന വ്യക്തിക്ക് വളരെ നല്ലൊരു പ്രോത്സാഹനം കൂടിയാണ്. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും
ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഞാൻ ഉപയോഗിക്കില്ല. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യും. സെപ്റ്റംബർ 30 മുമ്പായി അടയ്ക്കുന്നതാണ്. ആയുർവേദം മാനവരാശിക്കും മനുഷ്യനുമെന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ആയുർവേദ ദിന റാലി സംഘടിപ്പിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. നടുവിലാലിൽ നിന്നും ആരംഭിച്ച റാലി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബീന കുമാരി, ഡോക്ടർ ആര്യ സോമൻ, ഡോക്ടർ സുധീർ കുമാർ KP, ഡോക്ടർ രാഗി A, ഡോക്ടർ നേത്രദാസ് മെഡിക്കൽ ഓഫീസർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. നാഷണൽ ആയുഷ് മിഷൻ യോഗ ട്രെയിനേഴ്സ് ഫ്ലാഷ് മോബ് നടത്തി. വിവിധ ആയുർവേദ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത് ലൈവായി രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രദർശനം നടത്തി. രാവിലെ സ്കൂൾ കുട്ടികൾക്കുള്ള ചിത്രരചനാ മത്സരവും പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിച്ചു. ആയുർവേദ ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ദിവസം ഈ ഒരു റാലി സംഘടിപ്പിക്കുന്നത്. 10ാമത് നാഷണൽ ആയുർവേദിക് ഡേ ആണ്. കൃത്യമായിട്ടും ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനും അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു റാലിയും മറ്റ് പരിപാടികളും നടക്കുന്നത്. ഈ വർഷത്തെ ഒരു തീമെന്ന് പറഞ്ഞാൽ ആയുർവേദം മാനവരാശിക്കും ഭൂമിക്കും എന്നുള്ളതാണ്. ഈ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നമുക്ക് ശ്രമിക്കാം. കൂടാതെ തന്നെ ആയുർവേദത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും യൂസ് ചെയ്യുന്നതും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു കൾച്ചറും ആയുർവേദവും തുടർന്ന് പുതുതലമുറയിലേക്കും അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതിന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പ്രയത്നിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു ഫ്ലാഗ് ഓഫ് ഉദ്ഘാടനം, ഈ ഒരു റാലി ഉദ്ഘാടനം ചെയ്തതായിട്ട് കൂടെ അറിയിക്കുകയാണ്. താങ്ക് യു. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് KUHS അംഗീകരിക്കാത്ത ആരോഗ്യ വിദ്യാഭ്യാസ കോഴ്സുകൾ പഠിക്കുന്ന വിഷയത്തിൽ പൊതുപ്രസ്താവന. കേരളത്തിൽ നിരവധി അനധികൃത സ്ഥാപനങ്ങൾ അലൈഡ് ഹെൽത്ത് സയൻസ് ബിരുദാനന്തര കോഴ്സുകൾ നടത്തുന്നുവെന്ന പരാതികൾ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയ്ക്ക് ലഭിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ ബിരുദാനന്തര കോഴ്സുകളിൽ പ്രവേശനം തേടുന്നതിന് മുൻപ് ആയവയ്ക്ക് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ അംഗീകാരം ഉണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. സർവകലാശാല അംഗീകരിച്ച കോഴ്സുകളുടെയും കോളേജുകളുടെയും തത്സമയ വിശദാംശങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. പ്രളയഭീഷണിയെ തരണം ചെയ്യാനുള്ള കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ സേവനം ശ്ലാഘനീയമാണെന്ന് വാർത്താസമ്മേളനത്തിൽ ഏങ്കക്കാട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പറഞ്ഞു.
2018 ഓഗസ്റ്റിലും 2024 ജൂലൈ 30-നുണ്ടായ പ്രളയത്തിൽ ഏങ്കക്കാട്, ഉദയനഗർ, ഓട്ടുപാറ, ചാലിപ്പാടം തുടങ്ങിയ മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ നാശനഷ്ടങ്ങൾ വിധിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് കമ്മിറ്റി പ്രളയത്തെക്കുറിച്ചും മറ്റു വശങ്ങളെക്കുറിച്ചും വിദഗ്ധരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഡാം അതിന്റെ പരമാവധി സംരക്ഷണ ശേഷിയിൽ എത്തുമ്പോൾ മാത്രമാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡാം തുറക്കുന്നതിനുള്ള അനുമതി വാങ്ങുന്നതും തുറക്കുന്നതും. ഈ സമയത്ത് കോരിച്ചൊരിയുന്ന മഴയും അധിക ജലം മുഴുവൻ ഒന്നിച്ചു തുറന്നുവിടുന്നതിനാൽ ഈ പ്രദേശങ്ങളിൽ പ്രളയ സാധ്യത കൂടുതലും. ഈ സാഹചര്യം വിലയിരുത്തി പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഒപ്പുശേഖരണം നടത്തി ജലസേചന മന്ത്രി, കളക്ടർ, ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകി. ഡാമിലെ ജലനിരപ്പ് പരമാവധി സംരക്ഷണ ശേഷിയിൽ നിന്നും 5 മീറ്റർ കുറച്ച് മഴക്കാലത്ത് നിലനിർത്തുവാൻ സ്ഥിരമായി ചെറിയ തോതിൽ വെള്ളം വിട്ടുകൊണ്ടിരിക്കണം. ഈ കാര്യം അംഗീകരിക്കുകയും അതിനുവേണ്ട ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ വർഷം മെയ് മാസം മുതൽ മഴ തുടങ്ങുകയും അതിശക്തമായ മഴ പെയ്തുണ്ടായിട്ടും ജനങ്ങൾക്ക് യാതൊരു ആശങ്കകളോ പ്രയാസങ്ങളോ ഇല്ലാത്ത ഒരു മഴക്കാലം കടന്നുപോയി. സങ്കീർണമായ പ്രശ്നങ്ങളെ അതിൻ്റെതായ ഗൗരവത്തോടെ എടുത്ത് ജാഗ്രതയോടെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ അഭിനന്ദനത്തിന് അർഹരാണെന്നും പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ TP ഗിരീശൻ, MH ഷാനവാസ്, പ്രകാശൻ ചെമ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ ഒരു സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ 2014 ഓഗസ്റ്റിലും 2018 ഓഗസ്റ്റിലും 2024 ജൂലൈ 30 വടക്കാഞ്ചേരി പ്രദേശത്തുണ്ടായ പ്രളയം നമ്മളെല്ലാവരും കണ്ട. അതിൽ ആ പ്രളയബാധിതരുടെ ഇടയിൽ നമ്മൾ പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പ്രളയം ബാധിച്ച മേഖലകളിൽ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ശരിക്കും ഞങ്ങളെ ഇതിലേക്ക് നയിച്ചത്. കാരണം ആ പ്രദേശത്തുള്ള ജനങ്ങളെ നമ്മൾ പല സന്നദ്ധ സംഘടനകളും പലതരത്തിൽ അവരെ സഹായിക്കുകയും വീട് വൃത്തിയാക്കുകയും പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ അവരൊന്നും തന്നെ വീണ്ടും തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കിയത്. കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഓരോ വീട്ടുകാർക്കും സംഭവിച്ചു. പലതും അത്രയും ഇഷ്ടത്തോടു കൂടി വാങ്ങിച്ചു കൊണ്ടുവന്ന പല സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി. തിരിച്ച് അവർക്ക് അത്തരത്തിൽ വീണ്ടും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് കണ്ട സാഹചര്യത്തിൽ പല നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ പലതും അവരുടെ നഷ്ടം താങ്ങാൻ സാധിക്കാതെ അടച്ചു. റോഡ് വികസനത്തിനായി പൊളിച്ച ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സെന്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ജില്ലാ കളക്ടർ, കോർപ്പറേഷൻ മേയർ, സിറ്റി പോലീസ് കമ്മീഷണർ, ACP തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടാകാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. റോഡ് വികസനത്തിന്റെ പേര് പറഞ്ഞ് 14 മാസം മുൻപാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കിയത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതിനാൽ ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്താത്തത് പതിവായിരിക്കുകയാണ്. 500ഓളം വിദ്യാർത്ഥിനികളാണ് PTA നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരത്തിൽ മുദ്രാവാക്യ വിളികളും പ്ലക്കാർഡുകളുമായി സമരത്തിൽ പങ്കെടുത്തത്. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മേരി സീന, PTA പ്രസിഡന്റ് M ആശ, വൈസ് പ്രസിഡന്റ് ഷാജു കിടങ്ങൻ, സ്കൂൾ ചെയർപേഴ്സൺ K അഭിനന്ദന തുടങ്ങിയവർ സംസാരിച്ചു. 1.5 കൊല്ലത്തോളമായി ഞങ്ങൾ ഈ ദുരിതം അനുഭവിച്ചു തുടങ്ങിയിട്ട്. ഞങ്ങൾ ഈ ജൂണിൽ തന്നെ ഞങ്ങളെല്ലാവരും, ഞാനും സിസ്റ്ററൊക്കെ കൂടി പോയിട്ട് മേയർക്കും കളക്ടർക്കും കമ്മീഷണർക്കും ഒക്കെ ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ട് ഒരനക്കവും അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കളക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് വന്നത്. അദ്ദേഹം മേയർക്ക് കോർപ്പറേഷനിൽ കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെയായിട്ട് ഒരു നടപടിയും ഇതിനെതിരായിട്ട് ഉണ്ടായിട്ടില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ബസ് പല സ്ഥലത്താണ് നിർത്തുന്നത്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞിട്ട് പിള്ളേർ വീണ് കൈയും കാലും ഒക്കെ മുറിവൊക്കെ പറ്റുക, പല രീതിയിലുള്ള അപകടങ്ങൾ നടന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രതിഷേധിക്കുന്നത്. ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം
SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ഈ ചലാൻ മുഖേനയുള്ള ട്രാഫിക് ഫൈൻ അടയ്ക്കുവാൻ വീണ്ടും അവസരം. കേരള പോലീസും മോട്ടോർ വാഹന വകുപ്പും ഈ ചലാൻ മുഖേന നൽകിയിട്ടുള്ള ട്രാഫിക് ഫൈനുകളിൽ 2021 വർഷം മുതൽ യഥാസമയം പിഴയടയ്ക്കുവാൻ സാധിക്കാത്തതും നിലവിൽ കോടതിയിലുള്ളതുമായ ചലാനുകളിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുള്ളവ ഒഴികെയുള്ള എല്ലാ ചലാനുകളും പിഴയൊടുക്കി തുടർ നടപടികളിൽ നിന്നും ഒഴിവാകുവാൻ തൃശൂർ സിറ്റി ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് അദാലത്ത് സംഘടിപ്പിക്കുന്നു. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കൺട്രോൾ റൂം, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ, വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വെച്ച് 2025 സെപ്റ്റംബർ 27 തീയതി സംഘടിപ്പിച്ചിരിക്കുന്ന അദാലത്തിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പൊതുജനങ്ങൾക്ക് നേരിട്ടെത്തി പിഴ ഒടുക്കാവുന്നതാണ്. UPI ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് മുഖേന മാത്രം പണം സ്വീകരിക്കുന്നതാണ്. പ്രസ്തുത അദാലത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് 0487 24 24 139 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മണലിത്തറ 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ടുചോരി സിഗ്നേച്ചർ ക്യാമ്പയിന്റെ വാർഡ് തല ഉദ്ഘാടനം പുന്നോംപറമ്പിൽ ഹേമചന്ദ്രന്റെ ഭവനാങ്കണത്തിൽ വെച്ച് വടക്കാഞ്ചേരി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് O. ശ്രീകൃഷ്ണൻ നിർവഹിച്ചു. വാർഡ് പ്രസിഡന്റ് ബൈജു ഐനിക്കൽ അധ്യക്ഷനായ പരിപാടിയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോഷി കല്യൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ജോൺ ഉൽഹന്നാൻ, ഹംസക്ക, അനിൽകുമാർ പാറക്കൽ, AV ചാക്കോ, PJ ജോസഫ്, സജി പരുംതാനി,
യൂത്ത് കോൺഗ്രസ് നേതാവ് മിഥുൻ പാരാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇവരൊക്കെ ഈ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നത് നേരായ വഴിയിലായിരുന്നു, ജനാധിപത്യത്തിലൂടെയായിരുന്നു. നമുക്കറിയാം, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടം വരുമ്പോഴാണ് അവിടെ ജനാധിപത്യം ഉണ്ടാകുന്നത്, ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നത്. എന്നാൽ നമുക്ക് ഈയിടെയായിട്ട് കാണാൻ കഴിയുന്നു, ജനാധിപത്യത്തിന് വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ വരെ ഇന്ന് മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചോരി എന്നുള്ള വാക്ക് നമ്മൾ ഈ കഴിഞ്ഞ മാസമാണ് കേട്ടത്. അത് ഉയർത്തിപ്പിടിച്ചത് രാഹുൽ ഗാന്ധിയാണ്. എന്താണ് അതിനാസ്പദമായിട്ടുള്ള സംഭവം? അത് മറ്റൊന്നുമല്ല, ബാംഗ്ലൂർ കർണാടക സംസ്ഥാനത്തെ ബാംഗ്ലൂർ നോർത്ത് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ മഹാദേവപുര എന്ന് പറയുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏകദേശം 1,250,000 വോട്ടുകളോളം അനധികൃതമായിട്ട് വോട്ടർ പട്ടിക അട്ടിമറിക്കുന്ന രീതിയിൽ ചേർക്കപ്പെട്ടു. നമ്മളെല്ലാവരും വോട്ട് ചേർക്കുന്നവരാണ്. നമ്മുടെ ഒരുപാട് വോട്ടുകൾ നമ്മുടെ വാർഡിൽ നടന്ന് ചേർത്തു. അതിനൊക്കെ ഒരു പ്രൊസീജിയർ ഉണ്ട്. വോട്ട് ആർക്ക് വേണമെങ്കിലും ചേർക്കാം. അത് ആ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് ലോഗിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. അപ്പോൾ OTP വരും. അതുപോലെ നമ്മൾ എവിടെ നിന്നിട്ടാണ് വോട്ട് ചേർക്കുന്നത് അതിൻ്റെ പ്ലേസ് ഉണ്ടാവും, ടൈം ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ വ്യക്തമായിട്ടുള്ള രേഖ ഓരോ പൗരനും ലഭിക്കും. 2 കിലോയിലധികം സ്വർണം തട്ടിയ കേസിൽ 1-ാം പ്രതി ബാംഗ്ലൂരിൽ അറസ്റ്റിൽ. 2024 മാർച്ച് 20-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൃശൂർ എരിഞ്ഞേരി അങ്ങാടിയിലും പുത്തൻപള്ളിക്ക് സമീപമുള്ള 2 സ്വർണ്ണക്കടകളിൽ നിന്നുമായി 2 കിലോയിലധികമുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി തങ്കക്കട്ടികളായി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ആൻഡോ തൊമ്മാന കടുപ്പശ്ശേരി എന്നയാളും കേസിലെ 3-ാം പ്രതിയായ ഭാര്യയും മറ്റൊരു പ്രതിയായ ജിക്സനും 4-ാം പ്രതിയായ സഹോദരിയും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. ചെറിയ തൂക്കങ്ങളുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പകരം തങ്കക്കട്ടി തിരിച്ചുകൊടുത്ത് സ്വർണ്ണ വ്യാപാരികൾക്കിടയിൽ വിശ്വാസം നേടിയെടുത്തതിനു ശേഷമാണ് എരിഞ്ഞേരി അങ്ങാടിയിലുള്ള സ്ഥാപനത്തിൽ നിന്നും 2024 മാർച്ച് 20-ന് 1 കിലോയിൽ താഴെയും പുത്തൻപള്ളിക്ക് സമീപമുള്ള സ്ഥാപനത്തിൽ നിന്ന് 2024 മാർച്ച് 25-ന് 1 കിലോയിലധികം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി തങ്കക്കട്ടിയും പണിക്കൂലിയും 15 ദിവസത്തിനുള്ളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞും തട്ടിപ്പ് നടത്തുകയായിരുന്നു. അന്വേഷണ സംഘത്തിൽ തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് ചുമതലയുള്ള നാർക്കോട്ടിക് സെൽ ACP ബാബു ഡേവിസ്, സബ് ഇൻസ്പെക്ടർമാരായ VK സന്തോഷ്, അനിൽകുമാർ, സജീവൻ, CPO സച്ചിൻ ദേവ് തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. മാള കാർമൽ കോളേജ് എഡ്യൂക്കേഷൻ എക്സ്പോ ഉണർവ് 2025 സെപ്റ്റംബർ 26-27 തീയതികളിൽ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വ്യത്യസ്ത പരിപാടികൾ അവതരിപ്പിക്കും. 2-ാം ദിവസം പുതിയ സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ചെറുകിട സംരംഭകർക്കും സ്കിൽ മേള 2K25 സംഘടിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ പങ്കെടുത്തു. കോൺഗ്രസിന്റെ വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് ചോരി ക്യാമ്പയിന്റെ ഭാഗമായി AICC സംഘടിപ്പിക്കുന്ന ജനകീയ ഒപ്പുശേഖരണത്തിന് 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്രയിൽ തുടക്കം കുറിച്ചു. മഹിളാ കോൺഗ്രസ് നേതാവ് അൽഫോൺസ ഫ്രാൻസിസിന്റെ ഭവനത്തിൽ വെച്ച് ക്യാമ്പയിൻ DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ AR കൃഷ്ണൻകുട്ടി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട്, ഭാരവാഹികളായ NM വിനീഷ്, സന്തോഷ് എറക്കാട്, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. KC സെബാസ്റ്റ്യൻ, AB ആഷിഖ്, ജോളി ചാക്കുണ്ണി, AB സഞ്ജയ്, KD സാബു, TD ചാക്കോ, AH സിദ്ദിഖ്, PA തോമസ്, ബേബി തോമസ്, AT ബിജു തുടങ്ങിയവർ സിഗ്നേച്ചർ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തു. മാസങ്ങളായി നിരന്തരമായ പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ബീഹാറിൽ 16 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ക്യാമ്പയിനാണ് ശ്രീ രാഹുൽ ഗാന്ധി സംഘടിപ്പിച്ചത്. 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും ആ ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ട് രാജ്യത്താകമാനം BJP സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ പ്രതികരണം ഉണ്ടാക്കിക്കൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആ യാത്ര കടന്നുപോയത്. ജനമനസാക്ഷി ഉണർത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രക്ഷോഭ പരിപാടിയായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് കൊള്ളയ്ക്കെതിരെ നടത്തിയ പരിപാടി. വോട്ട് വെട്ടി മാറ്റപ്പെട്ട നിരവധി ആളുകളുമായി ശ്രീ രാഹുൽ ഗാന്ധി കാപ്പി കുടിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും
എല്ലാം പങ്കുവച്ചതാണ്. അപ്പോൾ വ്യാപകമായ തോതിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, ജനാധിപത്യത്തിന്റെ ഏറ്റവും കാതൽ എന്ന് പറയുന്നതാണ് ഒരു പൗരനുള്ള വോട്ടവകാശം. ആ വോട്ടവകാശം നിഷേധിക്കുന്ന ഏറ്റവും നീചമായ പ്രവർത്തികളിലൂടെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തന്നെ 5 കോടി ഒപ്പുകൾ സമാഹരിക്കാൻ വേണ്ടി കോൺഗ്രസ് പ്രവർത്തകന്മാർ വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള ക്യാമ്പയിൻ നടക്കുകയാണ്. ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് തെക്കിങ്കര മണ്ഡലത്തിലെ 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഈ വീട്ടിൽ വെച്ച് അതിന്റെ ഔദ്യോഗിക മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം, പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുന്നിൽ. അയ്യോ ചേട്ടൻ, വീണ്ടും വാർത്തയിലേക്ക്. NSS ദിനം സമുചിതമായി ആചരിച്ചു. NSS ഗീതം ആലപിക്കുകയും NSS പതാക ഉയർത്തുകയും ചെയ്തു. പ്രിൻസിപ്പാൾ ചിത്രാംഗതൻ PV, അഡ്മിനിസ്ട്രേറ്റർ സുന്ദരരാജൻ തുടങ്ങിയവർ NSS ദിന സന്ദേശം നൽകി. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അധികാരികളുമായി ബന്ധപ്പെട്ട് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കി. ഇൻസ്ട്രക്ടർമാരായ ശ്രുതി രാജ് കെ, ദിബുഷ് ബാലൻ, മാത്യു MP തുടങ്ങിയവർ നേതൃത്വം നൽകി. കെൽട്രോൺ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കെൽട്രോൺ നോളജ് സെന്റർ നടത്തുന്ന 3 മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഇലക്ട്രോണിക് സെക്യൂരിറ്റി ആൻഡ് സർവെയിലൻസ് സിസ്റ്റം, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫൈബർ ഒപ്റ്റിക് ടെക്നോളജി എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. SSLC ആണ് അടിസ്ഥാന യോഗ്യത. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിശദാംശങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററുമായി നേരിട്ട് ബന്ധപ്പെടുക. ഫോൺ 0495230177. വാറണ്ട് കേസ് പ്രതിയെ ആന്ധ്രാപ്രദേശിൽ നിന്നും പിടികൂടി.
2012 സ്ത്രീയെ കൊലപ്പെടുത്തി ശിക്ഷാ കാലയളവിൽ ജാമ്യത്തിൽ ഇറങ്ങി വർഷങ്ങളായി മുങ്ങി നടക്കുന്ന പ്രതിയെ ആന്ധ്രാപ്രദേശിൽ നിന്നും പിടികൂടി നെടുപുഴ പോലീസ്. 2012 ഓഗസ്റ്റ് 26-ാം തീയതി വടൂക്കരയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 2012 ഓഗസ്റ്റ് 26-ാം തീയതി വടൂക്കരയിൽ വെച്ച് പ്രതിയായ റസാഖ് എന്നയാൾ മണ്ണെണ്ണയൊഴിച്ച് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ നാട്ടിൽ നിന്നും മാറി ആന്ധ്രാപ്രദേശിലെ ഡബ്ഗുരു എന്ന സ്ഥലത്ത് ആൾമാറാട്ടം നടത്തി കരിങ്കൽ ക്വാറിയിൽ താമസിച്ച് അവിടെ തൊഴിലാളികളുടെ കൂടെ ജോലി ചെയ്തു വരികയായിരുന്നു. ഒളിവിൽ കഴിയുകയായിരുന്ന റസാഖിനെ അതിവിദഗ്ധമായി കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തൃശൂർ ടൗൺ ACP സലീഷ് N. ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ നെടുപുഴ SHO ഫക്രുദ്ദീൻ KA, SI സന്തോഷ് കുമാർ NP, SCPOമാരായ ജിൻഡോ വർഗീസ്, സനൂപ് ശങ്കർ KS, അനിൽകുമാർ, CPO ലിതീഷ് TB തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കര ടോൾ പിരിവ് ഹൈക്കോടതി ഉത്തരവ് പറയുന്നത് സെപ്റ്റംബർ 30-ലേക്ക് നീട്ടി. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ വർഷത്തെ 1-ാം സ്ഥാനം തൃശൂർ ജനറൽ ആശുപത്രിക്ക് ലഭിച്ചതായി മേയർ MK വർഗീസ്. പുത്തൂർ പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിൻ മണലിത്തറയിലും കരിമത്തറയിലെ കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.